ഹായ് ട്രേഡേഴ്സ്, നിങ്ങളെല്ലാവരും ഇന്ന് ട്രേഡിങ്ങിന് നിങ്ങളുടെ ടെർമിനൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചു കാണും. എല്ലാ ബ്രോക്കറുടെ പ്ലാറ്റ്ഫോമിലും ഒരു മെസ്സേജ് ഉണ്ടാവും, CAS സെഷൻ ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്നു എന്ന് പറഞ്ഞിട്ട്. അതായത് CAS എന്ന് പറയുന്നത് ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ. ഓക്കെ, നമ്മൾക്ക് പ്രീ ഓപ്പൺ മാർക്കറ്റ്, ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് 9:15 സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കൊരു പ്രീ ഓപ്പൺ മാർക്കറ്റ് സെഷൻ ഉണ്ട് ഓൾറെഡി അല്ലേ. അതായത് 9 AM to 9:15 അല്ലെങ്കിൽ 9:08 ക്ലോസ് ചെയ്യുന്ന ഒരു പ്രീ ഓപ്പൺ മാർക്കറ്റ് നമുക്കുണ്ട്. അപ്പോൾ അതിൽ ക്ലോസ് ചെയ്യുന്ന പ്രൈസാണ് നമ്മുടെ ഓപ്പൺ പ്രൈസ് ആയിട്ട് സ്റ്റോക്കിലായാലും ഇൻഡെക്സിലായാലും നമുക്ക് 9:15 മാർക്കറ്റ് ലൈവ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്നത്. എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ലോസിങ്ങിന് ഒരു സെഷൻ ഇവർ വെക്കുകയാണ്. അതായത് പ്രീ ക്ലോഷർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു സെഷൻ വരുന്നതുകൊണ്ട് മൊത്തത്തിൽ ട്രേഡിങ്ങിന്റെ ടൈമിങ്ങിനെ തന്നെ അത് ബാധിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് 3:30 വരെ നേരത്തെ ട്രേഡ് ചെയ്യാമായിരുന്നു. ഇപ്പം 3:10 ആകുമ്പോഴത്തേക്കും ആക്റ്റീവ് ട്രേഡിങ് അവിടെ ക്ലോസ് ചെയ്യുകയാണ്. അതിനുശേഷം മാർക്കറ്റ് ഒരു ഓപ്ഷൻസിലേക്ക് പോകും. ആ ഓപ്ഷൻസിൽ നമുക്ക് ട്രേഡ് ചെയ്യാം. എങ്ങനെയാണ്? നമുക്ക് ലിമിറ്റ് ഓർഡർ അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രീ ഓപ്പൺ മാർക്കറ്റിൽ നമ്മൾ ജോയിൻ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഇത് എല്ലാ സ്റ്റോക്കിനും ബാധകമല്ല. ഇത് ആപ്ലിക്കബിൾ ആവുന്നത് F&O എനേബിൾഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം. അതായത് F&O എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്ട് ഉള്ള സ്റ്റോക്കുകൾ മാത്രം. ഇപ്പം നിങ്ങൾക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ NSEയുടെ സൈറ്റിലാണുള്ളത്. NSEയുടെ സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഇക്വിറ്റി ആൻഡ് SME മാർക്കറ്റ് എടുക്കുകയാണെങ്കിൽ NSEയിൽ ഏതാണ്ട് 2800 മറ്റോ സ്റ്റോക്കുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഇക്വിറ്റി മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫിൽട്ടർ ഓപ്ഷൻ കാണും അല്ലേ. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് F&O സ്റ്റോക്കുകൾ മാത്രം ഫിൽട്ടർ ചെയ്തെടുക്കാൻ സാധിക്കും. അതായത് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് കോൺട്രാക്റ്റുകൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രം നിങ്ങൾക്ക് ഇവിടെ ഫിൽട്ടർ ചെയ്തെടുക്കാം. സോ അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് ഇൻ F&O ഇങ്ങനെയുള്ള സ്റ്റോക്കുകളെ മാത്രമാണ് ഈ ടൈമിങ് ബാധിച്ചിരിക്കുന്നത്. ഓക്കെ, സോ അത് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെബി പുതിയ റൂൾ കൊണ്ടുവന്നതാണ്. ഇപ്പം നിലവിൽ നമുക്ക് ഒരു ക്ലോസിംഗ് പ്രൈസ്, അതായത് ഒരു സ്റ്റോക്ക് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ 3:30 വരെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലോസിംഗ് പ്രൈസ് നമുക്ക് ഉണ്ടാവും അല്ലേ. പിറ്റേന്നത്തെ റെഫറൻസ് ആയിട്ടൊരു ക്ലോസിംഗ് പ്രൈസ് ഉണ്ടാവും. ആ റെഫറൻസ് പ്രൈസ് ഇപ്പം അവര് കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മണി തൊട്ട് 3:30 വരെ ട്രേഡ് ചെയ്യുന്ന ഒരു പ്രൈസിന്റെ ഒരു ആവറേജ് ഒക്കെ വെച്ചിട്ടാണ് ആ ഒരു ക്ലോസിംഗ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരുപാട് മാനിപ്പുലേഷൻസ് നടക്കാൻ സാധ്യതയുണ്ട്. അതായത് ബിഗ് പ്ലേയേഴ്സിന് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഒക്കെ ഡംപ് ചെയ്തുകൊണ്ട് ഈ പ്രൈസിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതിനൊരു കൺട്രോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സെബി ഇപ്പോൾ പുതിയ ഒരു മെത്തഡോളജി യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്ലോസിംഗ് പ്രൈസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചേഞ്ചസ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിലവിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ സെക്യൂരിറ്റീസ് ഇൻ F&O എടുത്തു കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റോക്കിനാണ് നമുക്ക് എന്തുള്ളത് ഈ ഒരു ടൈമിങ്ങിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, സോ അതിൻ്റെ എഫക്റ്റ് എങ്ങനെയാണ് മാർക്കറ്റിൽ വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പം നിങ്ങൾ ഉദാഹരണത്തിന് ഇതിപ്പോൾ ഞാൻ റിലയൻസിൻ്റെ സ്റ്റോക്ക് നിങ്ങളോട് നോക്കുക. ഇതിപ്പോൾ റിലയൻസിൻ്റെ സ്റ്റോക്കാണ്. റിലയൻസിൻ്റെ സ്റ്റോക്ക് ഇന്ന് ട്രേഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. രാവിലെ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 1315.2. അതിന് ഓപ്പൺ ചെയ്ത പ്രൈസ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്കത് കണ്ടാൽ ഇവിടെ ടൈമിംഗ് നിങ്ങൾ നോക്കിയേ 3:10 മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ചാർട്ടിൽ അല്ലേ. 5 മിനിറ്റ്സിന്റെ ചാർട്ടാണിത്. 3:10 ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും പ്രൈസ് എത്രയാണെന്ന് നോക്കിയേ. ക്ലോസിംഗ് പ്രൈസ് നിങ്ങൾ ഇവിടെ നോക്കണം. ഞാൻ ക്യാൻഡിലിൽ മൗസ് വെക്കുന്നു. ക്ലോസിംഗ് പ്രൈസ് നോക്കുക 1309. ഓക്കെ, 1315 ഓപ്പൺ ചെയ്ത സ്റ്റോക്ക് 1309 ക്ലോസിംഗ്, അതായത് നെഗറ്റീവ് ക്ലോസിംഗ് ആണല്ലേ. അതായത് എത്ര പോയിന്റ് നെഗറ്റീവ് ക്ലോസിംഗ് വരും? ഇപ്പം ഇതൊരു 1 ഡേ ക്യാൻഡിൽ ആകണേ എത്രയാണ്? ഇതാണ് ഓപ്പൺ പ്രൈസ് അല്ലേ. ക്ലോസിംഗ് പ്രൈസ് എന്താണ്? ഇതാണ് ക്ലോസിംഗ് പ്രൈസ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണല്ലോ ക്യാൻഡിൽ ഫോം ആകുന്നത്. ഇതിപ്പോൾ ഡെയിലി ക്യാൻഡിൽ നമുക്ക് കണക്കൂട്ടണമെങ്കിൽ ഈ ഒരു ഹൈയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിക്ക് പോവും. ഈ ഒരു ലോ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വിക്ക് ഇവിടം വരെ ഉണ്ടാവും. ഇതാണ് ബോഡി. ഈ ബോഡി എന്തായിരിക്കും? റെഡ് ആയിരിക്കും അല്ലേ. കാരണം എന്താ? ഓപ്പൺ പ്രൈസ് ഇതും ക്ലോസ് പ്രൈസ് ഇതുമാണ് അല്ലേ. അപ്പോൾ ഇത് താഴേക്കാണ് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു റെഡ് ക്യാൻഡിലാണ്. പക്ഷേ ഇത് നിങ്ങൾ ഡെയിലി ക്യാൻഡിലേക്ക് കൺവേർട്ട് ചെയ്തേ. ഡെയിലി ക്യാൻഡിലേക്ക് നിങ്ങൾ കൺവേർട്ട് ചെയ്യുമ്പോൾ എന്താണ്? ഇതൊരു ഗ്രീൻ ക്യാൻഡിലാണ് അല്ലേ. നമ്മുടെ ടോട്ടൽ അനാലിസിസ് ചേഞ്ച് ചെയ്യുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നമ്മൾ ഡെയിലിയിൽ ഒരു റെഡ് ക്യാൻഡിൽ നമ്മൾ 5 മിനിറ്റിന്റെ പ്രൈസ് കൂട്ടി വെക്കുമ്പോൾ ഒരു റെഡ് ക്യാൻഡിലാണെങ്കിൽ ഡെയിലിയിൽ നോക്കുമ്പോൾ അതൊരു ഗ്രീൻ ഹാമർ ക്യാൻഡിലാണ് അല്ലേ. എന്തുകൊണ്ടാണ്? ഇതിന്റെ പ്രൈസ് ക്ലോസിംഗ് ശ്രദ്ധിച്ചേ. ഇപ്പൊ ഞാനിവിടെ മൗസ് നോക്കുമ്പോൾ ഈ ക്ലോസിംഗ് പ്രൈസ് ശ്രദ്ധിക്കുക. എത്രയാണ്? 1319 അല്ലേ. നേരത്തെ 5 മിനിറ്റിൽ എന്തായിരുന്നു? 1309 ആയിരുന്നു അല്ലെ. 10 പോയിന്റ് മേളിൽ പോയിട്ടാണ് ഇത് ക്ലോസിംഗ് തന്നിരിക്കുന്നത്. ഈ 10 പോയിന്റ് മുകളിലേക്ക് എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതുകൊണ്ട് ആ ഒരു ചേഞ്ച് ആണ് ഇന്നത്തെ ഈ ഒരു CAS അല്ലെങ്കിൽ ക്ലോസിംഗ് ഓപ്ഷൻ സെക്ഷൻ കൊണ്ട് വന്നിരിക്കുന്ന ചേഞ്ചസ്. അത് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരാം. അതായത് 3:10 മാർക്കറ്റ്
നമ്മളുടെ ആക്റ്റീവ് മാർക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലേ 3:10, അതായത് 3:05 ആകുമ്പോഴത്തേക്കും ഇൻട്രാഡേയിൽ ട്രേഡ് എടുത്തിരിക്കുന്ന എല്ലാവരുടെയും ഓർഡേഴ്സ് അവർ എക്സിറ്റ് അടിച്ചില്ലെങ്കിൽ ഓട്ടോ സ്ക്വയർ ഓഫ് ചെയ്യും ബ്രോക്കർ. നേരത്തെ 3:25 ആയിരുന്നു, ഇപ്പോൾ പുതിയ സമയം അനുസരിച്ചിട്ട് 3:05 സ്ക്വയർ ഓഫ് നടക്കുന്നത്. അപ്പോൾ 3:05 സ്ക്വയർ ഓഫ് നടന്നിട്ട് 3:15 ആകുമ്പോഴത്തേക്ക് മാർക്കറ്റ് എന്താവും, ഓപ്ഷനിലേക്ക് പോകും അല്ലെ, ഒരു പ്രീ ക്ലോഷർ ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ഓക്കെ, ആ ഓപ്ഷനിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റ് ഓർഡർ ലിമിറ്റ് ഓർഡർ ഇടാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊരു 5 മിനിറ്റ്സ് വിൻഡോ നമുക്ക് തരും. ആ വിൻഡോയിൽ നമുക്ക് നമ്മളുടെ പ്രഡിക്ഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് മാർക്കറ്റ് ഓർഡറോ അല്ലെങ്കിൽ ലിമിറ്റ് ഓർഡറോ നമുക്ക് ഇട്ടിട്ട് നമുക്ക് ബൈയോ അല്ലെങ്കിൽ സെല്ലോ ഈ സ്റ്റോക്കിൽ നടത്താവുന്നതാണ്. അതിനുശേഷം ആ ഒരു ടൈമിംഗ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾ ഈ ഒരു സ്ക്രീനിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൈമിംഗ് കാണാൻ പറ്റും, കണ്ടില്ലേ, 3 തൊട്ട് 3:15 വരെ നോർമൽ മാർക്കറ്റ്, അതായത് രാവിലെ 9:15 തുടങ്ങുന്ന മാർക്കറ്റ് 3:15 വരെ റെഗുലർ സെഷൻ കണ്ടിന്യൂ ചെയ്യും. നമുക്ക് വേറൊരു ചേഞ്ചസും ഇല്ല, ഇപ്പൊ നമ്മൾ എന്താണോ കാണുന്നത് അതുപോലെ തന്നെ പോകും. ആ ശേഷം ഈ 3 മണി തൊട്ട് 3:15 വരെയുള്ള ഒരു സെഷനിലെ VWAP, അതായത് വോളിയം വെയിറ്റഡ് ആവറേജ് പ്രൈസ് എടുത്തിട്ട്, അതായത് വോളിയവും പ്രൈസും കൂടെ എടുത്തിട്ട് ഒരു വെയിറ്റഡ് ആവറേജ് നോക്കിയിട്ട് ആ പ്രൈസ് ഒരു റെഫറൻസ് പോയിന്റ് ആയിട്ട് എടുത്തുകൊണ്ട് എന്ത് ചെയ്യും, 3:15 തൊട്ട് 3:20 വരെ മാർക്കറ്റ് ഈ CA സെഷനിലേക്ക് വേണ്ടി മാറ്റും. അതായത് ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ അതിലേക്ക് മാറ്റും. ഈ സമയത്ത് നോ ഓർഡേഴ്സ് ക്യാൻ ബി പ്ലേസ്ഡ്, മോഡിഫൈഡ് ഓർ ക്യാൻസൽഡ്. അതായത് ഈ 3:15 തൊട്ട് 3:20 വരെയുള്ള 5 മിനിറ്റ് വിൻഡോയിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതൊരു ട്രാൻസാക്ഷൻ ടൈം മാത്രമാണ്. എന്നാൽ 3:20 തൊട്ട് 3:25 വരെയുള്ള 5 മിനിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റ് ഓർഡേഴ്സ് ആൻഡ് ലിമിറ്റ് ഓർഡേഴ്സ് ക്യാൻ ബി പ്ലേസ്ഡ്, മോഡിഫൈഡ് ഓർ ക്യാൻസൽഡ്. നമുക്ക് മാർക്കറ്റ് ഓർഡറോ ലിമിറ്റ് ഓർഡറോ പ്ലേസ് ചെയ്യാം, അത് മോഡിഫൈ ചെയ്യാം അല്ലെങ്കിൽ ക്യാൻസൽ ചെയ്യാം. ഇനി 3:25 തൊട്ട് 3:30 വരെയുള്ള വിൻഡോ നോക്കിക്കേ. ആ സമയത്ത് എന്താണ്, ഓൺലി ലിമിറ്റ് ഓർഡേഴ്സ് ക്യാൻ ബി പ്ലേസ്ഡ്, മോഡിഫൈഡ് ഓർ ക്യാൻസൽഡ്. മാർക്കറ്റ് ഓർഡേഴ്സ് അലൗഡ് അല്ല ആ സമയത്ത്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, എന്നിട്ട് ഇവിടെ നോക്കുക, ബിറ്റ്വീൻ 3:28 PM ആൻഡ് 3:30 PM ഓർഡർ എൻട്രി വിൽ ക്ലോസ് അറ്റ് എ സിസ്റ്റം ഡ്രിവൺ റാൻഡം ടൈം. ഇത് സിസ്റ്റം തന്നെ എന്ത് ചെയ്യും, റാൻഡം ആയിട്ട് പെൻഡിങ് ഉള്ള ഓർഡേഴ്സ് അതെല്ലാം ക്യാൻസൽ ചെയ്ത് കളയുന്ന ഒരു സംവിധാനമാണ്. അതിനുശേഷം 3:30 തൊട്ട് 3:35 വരെയുള്ള സമയങ്ങളിലാണ് എന്ത് സംഭവിക്കുക, ബൈ ആൻഡ് സെൽ ഓർഡേഴ്സ് വിൽ ബി മാച്ച് അറ്റ് എ സിംഗിൾ മാച്ചിങ് പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ എക്സ്ചേഞ്ച്. ദിസ് വിൽ ബിക്കം ആൻ ഒഫീഷ്യൽ ക്ലോസിംഗ് പ്രൈസ്. ഈ പ്രീ ഓപ്പൺ സെഷനിൽ നടക്കുന്ന അതേ പ്രോസസ്സ് ഈ ക്ലോസിംഗ് ടൈമിൽ നടക്കും. ഓക്കെ, 3:30 തൊട്ട് 3:35 വരെ ഈ സമയങ്ങളിൽ നമ്മൾ പ്ലേസ് ചെയ്ത ഓർഡേഴ്സ് വെച്ചിട്ട് സെല്ലും ബൈയും ഓർഡർ വെച്ചിട്ട് അവർ കൂടുതൽ ക്വാണ്ടിറ്റി, അതായത് ഒരു പ്രൈസിൽ കൂടുതൽ ക്വാണ്ടിറ്റി നടന്നിരിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് ആ ഒരു ക്ലോസിംഗ് മെത്തഡോളജി വെച്ചിട്ട് അവരൊരു ഫൈനൽ പ്രൈസ് അറൈവ് ചെയ്യും. എന്നിട്ട് ഇവിടെ നോക്കുക, ദ ഡെറിവേറ്റീവ് സെഗ്മെന്റ് വിൽ കണ്ടിന്യൂ ട്രേഡിംഗ് അണ്ടിൽ 3:40 PM. ഇതിലേക്ക് ഞാൻ വരാം. ഓക്കെ, നിങ്ങളിപ്പോൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. 3:30 തൊട്ട് 3:35 വരെയുള്ള സമയത്ത് ഈ ഇവിടെ ഇട്ടിരിക്കുന്ന, അതായത് ഈ സമയത്തും ഈ സമയത്തും ഇട്ടിരിക്കുന്ന ഓർഡേഴ്സിന്റെ പ്രൈസ് വെച്ചിട്ടൊരു ഫൈനൽ പ്രൈസ് ഇവർ കണ്ടെത്തും. അതാണ് ആ ദിവസത്തെ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് സെഷനിലെ റഫറൻസ് പ്രൈസ് ആയിട്ട്, അതായത് പ്രീ ഓപ്പൺ മാർക്കറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് ആയിട്ട് വരുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങളിത് ശ്രദ്ധിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ NSEയുടെ സൈറ്റിലേക്ക് പോവുക. NSEയുടെ സൈറ്റിൽ പോയതിനു ശേഷം മാർക്കറ്റ് ഡേറ്റയിൽ ഇത് കണ്ടില്ലേ, പുതിയൊരു ടാബ് ആഡ് ചെയ്തിരിക്കുന്നത് ക്ലോസിംഗ് ഓപ്ഷൻ സെഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കണ്ടില്ലേ, ഇത്രയും സ്റ്റോക്കുകൾ എന്തായിട്ടുണ്ട്, ഈ ഓപ്ഷനിൽ നിന്ന് പങ്കെടുത്തിട്ടുണ്ട് അല്ലേ. ഇത് കണ്ടില്ലേ, ആസ് ഓൺ 3rd August ഈ സമയം. ഓക്കെ, ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് റിലയൻസിന്റെ ഷെയർ എടുക്കാം. ഓക്കെ, ഇത് കണ്ടോ, റിലയൻസിന്റെ ഷെയർ നിങ്ങൾ നോക്കുക. റിലയൻസിന്റെ ഷെയറിൽ കണ്ടില്ലേ, ഈ IEP അല്ലെങ്കിൽ ഫൈനൽ പ്രൈസ് എന്ന് പറയുന്ന ഒരേ വാല്യൂ ആണ് 1319. ഈ ഒരു പ്രൈസിംഗ് ആണ് ഇന്നിവിടെ ക്ലോസിംഗ് ആയിട്ട് എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ 1309 3:10 മാർക്കറ്റ് ക്ലോസ് ആയത്. അതിനുശേഷം 3:10 എന്ന് പറഞ്ഞാൽ 3:15 ക്ലോസ് ആയിരിക്കുന്നത്. 3:10 തുടങ്ങിയ ക്യാൻഡിൽ 5 മിനിറ്റ് ക്ലോസ് ആകുമ്പോൾ 3:15 ആവും അല്ലെ. ഈ 3:15 ശേഷം നടന്നിരിക്കുന്ന ഓപ്ഷനിൽ അറൈവ് ചെയ്തിരിക്കുന്ന ഫൈനൽ പ്രൈസ് ആണ് 1319. ഇതാണ് റിലയൻസിന്റെ ഇന്നത്തെ ക്ലോസിംഗ് പ്രൈസ്. അപ്പൊ നമ്മൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും, 1309 3:15 ക്ലോസ് ആയ മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്കിന്റെ പ്രൈസ് 10 പോയിന്റ് കൂടിയിട്ടാണ് നമ്മുടെ ഓപ്ഷൻ സെഷൻ, അതായത് ക്ലോസിംഗിന്റെ ഓപ്ഷൻ സെഷൻ കഴിഞ്ഞപ്പോൾ 10 പോയിന്റ് ആണ് അതിനകത്ത് ഇൻക്രീസ് വന്നിരിക്കുന്നത്. അതിനർത്ഥം എന്താണ്, പ്രീ ഓപ്പൺ മാർക്കറ്റിൽ നമ്മളൊരു സ്റ്റോക്കിന്റെ പ്രൈസ് കൂടി കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം, സ്റ്റോക്കിൽ എന്തോ ബുള്ളിഷ് ന്യൂസ് ഉണ്ട്, ബുള്ളിഷ് ആണെന്ന് പറയും അല്ലെ. അതുപോലെ തന്നെ ഡൗൺ ആണെങ്കിൽ നമ്മൾ പറയും എന്തോ നെഗറ്റീവ് ഉണ്ട്, പ്രൈസ് ചിലപ്പോൾ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട് നമ്മൾ പറയും. എന്ന് പറയുന്ന പോലെ തന്നെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന ശേഷം റിലയൻസിൽ സംഭവിച്ചിരിക്കുന്ന 10 പോയിന്റിന്റെ ഇൻക്രീസ് ആണ്. ഓക്കെ, ഈ 10 പോയിന്റ് ഇൻക്രീസ് നടന്നിരിക്കുന്നതാണ് നാളെ പ്രീ ഓപ്പൺ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് റഫറൻസ് ആയിട്ട് എടുക്കുന്നത്. ഈ 1319 എന്ന് പറയുന്ന പ്രൈസിൽ നിന്നാണ് പ്രീ ഓപ്പൺ മാർക്കറ്റ് നാളെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാതെ ഈ 1309 എന്ന് പറയുന്ന പ്രൈസിൽ നിന്നായിരിക്കില്ല. ആ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ എന്താണോ ക്ലോസിംഗ് പ്രൈസ് വരുന്നത് അതായിരിക്കും നമ്മുടെ നാളെ രാവിലെ 9:15 മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ റിലയൻസിന്റെ ഓപ്പണിംഗ് റഫറൻസ് പ്രൈസ് എന്ന് പറയുന്നത്. ഓക്കെ,
ക്ലിയർ ആയല്ലോ. അപ്പം ഈ ഒരു 1319 എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ജസ്റ്റ് ഇതിന്റെ കാൽക്കുലേഷൻ ഒന്നും വർക്ക് അറിയണമെന്നില്ല. ജസ്റ്റ് ഇത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ചാർട്ടിൽ തന്നെ ആ പ്രൈസ് അവർ കാണിക്കുന്നുണ്ട്. ഡെയിലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും 1319 ആണ് ക്ലോസിംഗ് പ്രൈസ് എന്ന്. ഇത് വന്നിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള ജസ്റ്റ് നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഇവിടെ നോക്കുമ്പോഴത്തേക്കും ഇത് കണ്ടില്ലേ, റിലയൻസിന്റെ ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, റെഫറൻസ് പ്രൈസ് എന്ന് പറയുന്നത് 1308. ഈ 1308 എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്ത സമയത്ത് 5 മിനിറ്റ് ക്യാൻഡിലിൽ 3:15 ക്ലോസ് ചെയ്യുമ്പോൾ ഉള്ള പ്രൈസ് ആണ്. അതായത് 1309 ആണ് ക്ലോസിംഗ് പ്രൈസ്. പക്ഷെ വിവാപ്പ് ചിലപ്പോൾ 1308 ആയിരിക്കും ഉണ്ടാവുക. അതാണ് ഇവിടെ ക്ലോസിംഗ് റെഫറൻസ് പ്രൈസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ നോക്കുക, ഈ ലോവർ ബാൻഡ് അപ്പർ ബാൻഡ് എന്ന് കണ്ടോ, ഇതെന്ന് പറയുന്നത് ആ ക്ലോസ് ചെയ്ത പ്രൈസിന്റെ 3% ഡൗണും 3% അപ്പും വരുന്ന പ്രൈസാണ് ഈ ലോവർ ബാൻഡ് അല്ലെങ്കിൽ അപ്പർ ബാൻഡ്. അതായത് ഞാൻ പറഞ്ഞല്ലോ 3:20 തൊട്ട് 3:30 വരെ നമുക്ക് ലിമിറ്റ് ഓർഡർ, മാർക്കറ്റ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഓപ്ഷൻ നടക്കുന്ന സമയത്ത്. ആ സമയത്ത് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ബാൻഡിനകത്ത് നിൽക്കുന്ന പ്രൈസ് മാത്രമേ പ്ലേസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് എക്സ്ചേഞ്ച് അംഗീകരിക്കില്ല. ഓക്കെ, സോ അതിനാണ് ഈ ഒരു ബാൻഡ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ബാൻഡ് 3% ഡൗണും 3% അപ്പും ഏത് വാല്യൂന്റെ, ഈ പ്രൈസിന്റെ അല്ലെ, പ്രീ ഓപ്പൺ ലൈവ് മാർക്കറ്റിൽ 3:15 ക്ലോസ് ചെയ്ത പ്രൈസിന്റെ 3% ഡൗണും 3% അപ്പും ഉള്ള രണ്ട് ബാൻഡ് എടുത്തിട്ട് അതിനുള്ളിലാണ് നമ്മുടെ ലിമിറ്റ് ഓർഡേഴ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഓർഡേഴ്സ് ലിമിറ്റ് ഓർഡേഴ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. അതിനുശേഷം നോക്കുക, നിങ്ങൾ ഈ ഒരു ഫൈനൽ പ്രൈസ്, ഫൈനൽ ക്വാണ്ടിറ്റി ശ്രദ്ധിക്കുക. അതിനുശേഷം വാല്യൂ ഇൻ ക്രോർസ് ഇത് ശ്രദ്ധിക്കുക. ഈ ഫൈനൽ പ്രൈസ് അല്ലെങ്കിൽ IEP എന്ന് പറയുന്ന പ്രൈസ് സെയിം ആണ് കേട്ടോ. ഇതും ഈ ഫൈനൽ പ്രൈസ് സെയിം ആയിരിക്കും. ഇവിടെ നടന്നിരിക്കുന്ന ഇതെങ്ങനെ വന്നെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, റിലയൻസിന്റെ കേസിൽ 1308 ആയിരുന്നു ലൈവ് മാർക്കറ്റിലെ ക്ലോസിംഗ് പ്രൈസ്. എന്നാൽ 1319 ആണ് ഫൈനൽ ക്ലോസിംഗ് പ്രൈസ് ആയിട്ട് NSE അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെ വന്നുള്ള കാൽക്കുലേഷൻ സിമ്പിൾ ആണ്. നിങ്ങൾ ഈ വാല്യൂ നോക്കുക, 52.82 കോടി. ഈ 52.82 കോടി ഡിവൈഡഡ് ബൈ ഈ ഒരു ക്വാണ്ടിറ്റി 4,420 ക്വാണ്ടിറ്റി അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതിനുശേഷം നിങ്ങളൊന്ന് നോക്കുക, ഇവിടെ കുറച്ച് ഇതിപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നമ്മളിത് അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടി തോന്നുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനാലിസിസിനെ ഇത് എങ്ങനെ ബാധിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ നോക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിപ്പോൾ ഓപ്പൺ പ്രൈസും ഇന്ന് ഇത് 3:15 ക്ലോസ് ചെയ്ത പ്രൈസുമാണ് അല്ലേ. ഇത് രണ്ടും നമ്മൾ കൂട്ടി വെക്കുമ്പോഴത്തേക്കും നമ്മുടെ ക്യാൻഡിൽ ഒരു റെഡ് ക്യാൻഡിലായിരിക്കും നമ്മൾ പറഞ്ഞു അല്ലേ. ഈ ഹൈ എടുത്തു ഈ ലോ എടുത്തു. ഓക്കെ, ഇതിപ്പോൾ എന്താണ്, റെഡ് ക്യാൻഡിലാണല്ലേ. ഓപ്പൺ ചെയ്ത പ്രൈസ് ഇതാണ്, ക്ലോസിംഗ് പ്രൈസ് ഇതാണ്. അപ്പോൾ ഇത് റെഡ് ക്യാൻഡിലാണ്. എന്നാൽ ഡെയിലി ക്യാൻഡിൽ നമ്മൾ ഇടുമ്പോൾ എന്താ, ഇത് 1319 ക്ലോസിംഗ് ആയതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് ഇത് ഓപ്പണിങ്ങും ഇത് ക്ലോസിംഗ് ആകുമ്പോഴത്തെ എന്താവും, ക്യാൻഡിൽ ഇങ്ങനെ ഒരു മുകളിൽ വിക്കില്ലാത്ത ഒരു ക്ലോസ് എൻഡഡ് ബുള്ളിഷ് ക്യാൻഡിലായിട്ട് മാറും അല്ലെ. ഇങ്ങനെ ഇത്രയും താഴേക്ക് റിജക്ഷൻ ഉള്ള നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായിട്ട് ഇതിനെ മാറി. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യും, 5 മിനിറ്റ് നമ്മൾ നോക്കുമ്പോൾ പ്രൈസ് എന്താണ്, ഡൗൺ ആണല്ലേ. എന്നാൽ ഇത് മാർക്കറ്റിലെ ക്ലോസിംഗ് ഓപ്ഷൻ കഴിയുമ്പോഴത്തേക്കും ക്യാൻഡിൽ എന്തായി, ഗ്രീൻ ഹാമർ ക്യാൻഡിലായി അല്ലേ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലായി. അപ്പോൾ ഇത് നമ്മുടെ അനാലിസിസിനെ നമുക്ക് ബാധിക്കും. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് അറിഞ്ഞില്ല എങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും, നമ്മൾ ഈ ഒരു അനാലിസിസ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ച് റിലയൻസ് ഇന്ന് എന്താണ് ഒരു നെഗറ്റീവ് ട്രേഡിംഗ് ആയിരുന്നു. എന്നാൽ ആക്ച്വലി എന്ത് സംഭവിച്ചു, ഈ ലാസ്റ്റത്തെ പ്രീ ഓപ്ഷൻ സെഷൻ കൂടെ കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു, നല്ല രീതിയിൽ ആ സ്റ്റോക്കിന് ബുള്ളിഷ് മൊമെൻ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. ഇത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വേണം നിങ്ങളുടെ അനാലിസിസ് നടത്തുവാനും നെക്സ്റ്റ് ഡേയിലേക്കുള്ള നിങ്ങളുടെ ട്രേഡ് പ്ലാൻ ചെയ്യാനും. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഇനി നമുക്ക് ഇതിന്റെ ഓപ്ഷൻസിലേക്ക് വരാം. ഓക്കെ, സോ ഓപ്ഷൻസിലേക്ക് വരാൻ ഞാൻ നിഫ്റ്റി ഉദാഹരണമായിട്ട് എടുക്കുന്നുണ്ട്. ആ നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കുക, നിഫ്റ്റിയിൽ ഇത് തന്നെയാണ് സംഭവിച്ചത് അല്ലേ. നിഫ്റ്റിയിൽ എന്ത് സംഭവിച്ചു നിങ്ങൾ നോക്കിയേ, നിഫ്റ്റിയിൽ സ്റ്റോക്കിൽ 3:10 അതായത് ഈ ഒരു സമയത്ത് ക്യാൻഡിൽ ക്ലോസ് ആയെങ്കിൽ നിഫ്റ്റിയിൽ എന്ത് സംഭവിച്ചു, ഒരു 3:15 3:20 ട്രേഡ് ഇല്ല, 3:25 ഒരു വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ പോയി അല്ലേ. ഈ ക്യാൻഡിലിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും, ഇത് 573 773 വരെ പോയി. ഏകദേശം 200 പോയിന്റ് ആണ് ഈ ഒരു ക്യാൻഡിലിന്റെ മൂവ് എന്ന് പറയുന്നത്. ഈ 200 പോയിന്റ് എങ്ങനെയാണ് മൂവ് ചെയ്തത്, ഇതിന്റെ അണ്ടർലൈങ് അസറ്റ്, അതായത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്ക്, അതായത് റിലയൻസ്, HDFC, ICICI പോലുള്ള ഹെവി വെയിറ്റേജ് സ്റ്റോക്ക് ഉൾപ്പെടെയുള്ള 50 സ്റ്റോക്കിന്റെ ഈ ഒരു മൂവ്മെന്റ് നടന്നതുകൊണ്ടാണ് ഈ ലാസ്റ്റ് സമയത്ത് ഈ ഒരു
200+ പോയിന്റിന്റെ ഇൻക്രീസ് വന്നിരിക്കുന്നത്. ഇതും എന്താണ്, ബുള്ളിഷ്നെസ് ആണ് കാണിക്കുന്നത് അല്ലേ. ഇപ്പൊ നിഫ്റ്റി നമ്മൾ നോക്കുവാണെന്ന് മനസ്സിലാക്കി നോക്കിയേ, ഇത് ഓപ്പൺ ചെയ്ത പ്രൈസ് നിഫ്റ്റി 3.4 ക്ലോസ് ചെയ്ത പ്രൈസ്, ഇത് എന്താണ് ശരിക്കും ഓപ്പണും ക്ലോസും ഏകദേശം ഒരേ ലെവലിലാണ്. ഇത് ഹൈ, ഇത് ലോ, എന്താണ് ഒരു ഡോജി ക്യാൻഡിൽ ആണല്ലേ ശരിക്കും പറഞ്ഞാൽ. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ വിചാരിക്കും നിഫ്റ്റിയിൽ നിന്ന് ഇൻഡിസിഷൻ ആണല്ലേ, സെല്ലറും ബയ്യറും ഈക്വിലിബ്രിയം ആണ്, ഒരു ഡോജി ക്യാൻഡിലാണ് നമ്മൾ അനാലിസിസിൽ കണ്ടെത്തുന്നു. എന്നാൽ നിഫ്റ്റിനെ നമ്മളൊരു ഡെയിലി ക്യാൻഡിലാക്കി നോക്കിക്കേ, എന്താ സംഭവിച്ചത്, ഹെവി ബുള്ളിഷ് ക്യാൻഡിൽ അല്ലേ. അതായത് ആ ക്ലോസിംഗ് സെഷനിലെ പ്രൈസും കൂടെ എടുത്ത് വന്നപ്പോഴത്തേക്ക് നിഫ്റ്റി എന്താണ്, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിലാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഡോജി ഇറ്റ് ഇസ് എ ഗ്രീൻ, സൂപ്പർ ഗ്രീൻ ക്യാൻഡിൽ ആണല്ലേ. അതായത് എന്ത് സംഭവിച്ചു അവിടെ, ഈ ഒരു റെസിസ്റ്റൻസ് ഉൾപ്പെടെ ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത ഒരു സൂപ്പർ ബ്രേക്ക് ഔട്ട് ക്യാൻഡിലായിട്ട് മാറി അല്ലേ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അനാലിസിസ് എന്താവും, ഇത് വേണോ അതോ ഈ ഒരു 5 മിനിറ്റിന്റെ ക്യാൻഡിൽ വെച്ചിട്ട് ഡോജി ആണെന്ന് നമ്മൾ വിശ്വസിക്കണോ, എന്ത് ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല അല്ലേ. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. അതായത് ഈ ക്യാൻഡിലാണ് ശരിക്കും ആക്ച്വൽ ക്യാൻഡിൽ. എന്താണ് ഇവിടെ ഒരു പോസ്റ്റ് സെഷനും കൂടെ കഴിഞ്ഞപ്പോൾ, അതായത് ഓപ്ഷൻ കൂടെ കഴിഞ്ഞുള്ള പ്രൈസിംഗ് ആണ്. ഓപ്ഷനിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, ബൈയിങ് നല്ലപോലെ ഉണ്ട്, ഡിമാൻഡ് ഉള്ളത് കൊണ്ടാണ് പ്രൈസ് ഇത്രയും കൂടിയതല്ല. 200 പോയിന്റ് ലാസ്റ്റ് കൂടിയത്. ഈ ലാസ്റ്റ് കൂടിയ ഒരു 200 പോയിന്റിന്റെ ബലത്തിൽ മാത്രമാണ് ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇതൊരു പുവർലി ഡോജി ക്യാൻഡിലാണ് അല്ലേ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ മാർക്കറ്റിനെ അനാലിസിസിലേക്ക് കൊണ്ടുവരണം. കാരണം പോസ്റ്റ്, അതായത് ലൈവ് മാർക്കറ്റിന്റെ കഴിഞ്ഞിട്ടുള്ള ഓപ്ഷനിലാണ് ഈ ഒരു പ്രൈസിങ് ബൂം സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ ഒരിക്കലും നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ, ഇല്ല. കാരണം അവിടെ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് എന്താണ്, ഒരു പോസിറ്റീവ്നെസ് അവിടെ ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഇത് നമ്മൾ കണ്ടത്. എന്ന് വെച്ചിട്ട് നാളെ നേരെ പോയിട്ട് ബൈ ചെയ്തേക്കാം മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് വിചാരിക്കരുത്. കാരണം നാളെ ഇന്ന് രാത്രി നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ സംഭവിക്കുന്ന കാര്യങ്ങളും മറ്റ് ന്യൂസും കാര്യങ്ങളും ഒക്കെ എഫക്ട് ചെയ്തുകൊണ്ട് നാളത്തെ SGX നിഫ്റ്റിയുടെ, സിംഗപ്പൂർ നിഫ്റ്റിയുടെ മൂവ്മെന്റ് എങ്ങനെയാണ്, അതുപോലെ തന്നെ പ്രീ ഓപ്പൺ മാർക്കറ്റിൽ എങ്ങനെയാണ് നിഫ്റ്റി ബിഹേവ് ചെയ്യുന്നത്, അതായത് നിഫ്റ്റിയുടെ അണ്ടറിലുള്ള സ്റ്റോക്കുകൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, ഇതിനെയൊക്കെ നോക്കി വേണം നമ്മൾ നാളത്തെ ലൈവ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനിരിക്കാൻ. പക്ഷെ നമ്മൾ തലേദിവസത്തെ ക്യാൻഡിൽ അനാലിസിസ് നടത്തുമ്പോഴത്തേക്കും നമ്മൾ ഈ 2 കാര്യങ്ങളും കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, സോ ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നത് ഫസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മളുടെ ഇന്നത്തെ ഒരു അനാലിസിസും ഈ ഒരു സെഷൻ അല്ലെങ്കിൽ ഈ ഒരു പുതിയൊരു റൂള് ഇംപ്ലിമെന്റ് ചെയ്തതിനെ പഠിച്ചതിനെ ബേസിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഇതിൽ നാളെ ഇനി എന്തെങ്കിലും ചേഞ്ചസ് അല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട്, ഇതിൽ എന്തെങ്കിലും വേറെ അനാലിസിസ് ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. അപ്പം ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ ഒരു ടൈമിങ് ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിൽ വന്നു കഴിഞ്ഞാൽ ഇത് കിട്ടും. അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ ബ്രോക്കറുടെ സൈറ്റിൽ നിന്ന് ഇത് അവൈലബിൾ ആണ്. ഓക്കെ, അല്ലെങ്കിൽ സെബിയുടെ സൈറ്റിൽ നിന്ന് ഇത് കിട്ടും. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നമ്മളത് പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ താല്പര്യപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ, നിങ്ങളുടെ നെറ്റ്വർക്കിലേക്ക് എത്തിക്കുക. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.